ഹായ് ഡിയേഴ്സ്, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഓൺ അക്കാദമിയ എന്നാണ് നമ്മുടെ ആപ്പ് സെർച്ച് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ലിങ്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഐഫോൺ യൂസേഴ്സ് രണ്ടാമത്തെ ലിങ്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ലിങ്ക് സെലക്ട് ചെയ്തപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ഓൺ അക്കാദമിയുടെ ആപ്പ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ റേറ്റിംഗ്സും അതേപോലെ ഡൗൺലോഡ്സൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക നിങ്ങൾ. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നത് വരെ. ദെൻ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്നുള്ള ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓപ്പൺ എന്നുള്ള ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങളിനി ഐഫോണിലാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആപ്പിൾ യൂസേഴ്സിന് ക്ലാസ് ലഭിക്കുന്നത് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒന്നല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നേരിട്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഈ ലിങ്ക് ഞാനൊന്ന് ഇവിടെ സെലക്ട് ചെയ്യുന്നു. നിങ്ങളിവിടെ നോക്കുക, ഓർഗനൈസേഷൻ കോഡ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഇവിടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത് നമുക്ക് ആവശ്യം വരുന്നതാണ്. ജസ്റ്റ് ഇവിടെ ആപ്പിളിൻ്റെ ലിങ്ക് ഞാനൊന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുക, മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ, ജസ്റ്റ് ഞാനിതിവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള പ്രിവ്യൂ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട. നമ്മുടെ ക്ലാസ്സുകൾ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഡെമോക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നതാണ്. നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ദെൻ അലോ ചെയ്ത് കൊടുക്കുക. നേരെ ആദ്യം ചോദിക്കുക, ഈ ഓർഗനൈസേഷൻ കോഡാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. നേരെ നമ്മൾ വീണ്ടും വാട്സപ്പിലേക്ക് വരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം കൊടുത്തിട്ടുള്ളത് എല്ലാണ്, ഐ അല്ല. എല് സ്മോൾ ലെറ്റർ എല്ലാണ് കൊടുത്തിട്ടുള്ളത്. LKMJUY എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, LKMJUY നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ദെൻ ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അഥവാ OTP വരും. അപ്പോൾ OTP വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ഇവിടെ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. OTP മൊബൈൽ നമ്പറിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷനും അതിലേക്ക് ഒരു OTP വരുന്നതാണ്. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പ്രൊസീഡ് സെക്യൂർലി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു OTP അതിലേക്ക് വരുന്നതാണ്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഈ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓക്കെ ഉള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത് നേരിട്ട് നമ്മുടെ ആപ്പിലേക്ക് കയറുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണിലാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ലോഗിൻ വിത്ത് വാട്സപ്പ് എന്നുള്ളത് കൊടുക്കരുത്. യൂസ് അനദർ മെത്തേഡ് എന്ന് കാണുന്നുണ്ട് താഴെ, അതാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഒരു OTP വെരിഫിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്. മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നവർ അഥവാ ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരും. ദെൻ മൊബൈൽ നമ്പറിലേക്ക് OTP വരാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് കാണും. ആ ഇമെയിൽ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നിട്ട് ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. അത് നേരെ ഇവിടെ വന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കൺട്രിക്ക് പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID ആണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം അവർക്ക് നമ്മുടെ നാട്ടിലെ നമ്പറിലേക്ക് ചിലപ്പോൾ OTP വരാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇമെയിലാണ് ഏറ്റവും സൂപ്പർ വേ ആയിട്ട് അവർക്കുള്ളത്. ദുബായിൽ, ഖത്തറിലൊക്കെ ഉള്ളവർ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ള താഴെ കാണുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് അതിലേക്കൊരു OTP വരുന്നതാണ്. ജസ്റ്റ് നിങ്ങളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ പേര് എഴുതാനും കാണിക്കുന്നുണ്ട്. അവിടെ എക്സാമ്പിൾ എന്നുള്ളിടത്ത് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അവിടെ എഴുതുക. ദെൻ താഴെ ഇമെയിൽ ID ആണ് കൊടുക്കാനുള്ളത്. ആ ഇമെയിൽ ID കൊടുക്കാനുള്ള നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റ് 1 എന്ന് ഞാനിവിടെ എഴുതി കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ ID ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള താഴെ കാണുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മുടെ ആപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇൻഡു ചെയ്യാൻ വേണ്ടത്, വേറെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർഫേസ് വരിക.
ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ബാച്ചസ് എന്നുള്ളതാണ്. കാണാൻ സാധിക്കും ഹോം, ബാച്ചസ്, അതേപോലെ അപ്പുറത്ത് സ്റ്റോറി, ചാറ്റ്സ്, പ്രൊഫൈൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പ്രൊഫൈലിലൊക്കെ ആയിട്ട് നിങ്ങളെ ഫോട്ടോ കാര്യങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബാച്ചസ് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരിക. ഇവിടെ നിലവിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാച്ചസ് ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യില്ല, അവിടെ ബാച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ വന്നിട്ടുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരാണോ ക്ലാസ്സിൻ്റെ പെർമിഷൻ തന്നത് അവരിലേക്ക് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അയച്ചു കൊടുക്കുക. അവർ മാനുവലി എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കുള്ള എല്ലാ കോഴ്സും ഇവിടെ തന്നെയാണ് ലഭിക്കുക. നിങ്ങൾ ഏതൊക്കെ കോഴ്സിനാണ് പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മൊത്തം ഇവിടെ ആയിരിക്കും. അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണെന്നുണ്ടെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിൻ്റെതാണെന്നുണ്ടെങ്കിലും റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇനി ഡിഗ്രി ക്ലാസ്സിൻ്റെ കോഴ്സുകളാണെന്നുണ്ടെങ്കിലും ഷോർട്ട് ടൈം ആയാലും ഏത് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെയാണ് ലഭിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈൽ നമ്പർ പറയപ്പെട്ട നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആരാണ് ആപ്പിൻ്റെ ലിങ്ക് അയച്ചു തന്നത് അവരിലേക്ക് അയച്ചു കൊടുക്കണം. അവരാണ് നിങ്ങളെ മാനുവലി ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അതിന് സമയം എടുക്കുന്നതാണ്. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്പിലേക്ക് വീണ്ടും വരിക. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ, ബാച്ചസ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സാണ്. മുകളിൽ ഓവർവ്യൂ ആൻഡ് വീഡിയോസ് എന്ന 2 ഓപ്ഷൻ വരുന്നതാണ്. ഇപ്പോൾ അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ വീഡിയോസ് എന്നുള്ള ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏറ്റവും താഴെ ഭാഗത്തേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഈ വീഡിയോസ് എന്നുള്ള ഭാഗത്തേക്ക് വന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഏതൊരു ഫോൾഡർ തുറക്കുകയാണെന്നുണ്ടെങ്കിലും, കാരണം നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഏറ്റവും താഴെയാണ് കിടക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, താഴേക്ക് നല്ലോണം സ്ക്രോൾ ചെയ്യുക. അവിടെ നിന്ന് മുതലാണ് നിങ്ങൾ ക്ലാസ് കേട്ട് തുടങ്ങേണ്ടത്. 1, 2, 3 എന്ന് പറഞ്ഞുള്ള ഓർഡറുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കേട്ട് തുടങ്ങുക. നമ്മുടെ ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നെറ്റ് ഉണ്ടായിരിക്കണം. വൈഫൈ ആയിരിക്കോട്ടെ, മൊബൈൽ ഡാറ്റ ആയിരിക്കോട്ടെ, അത് വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ആപ്പ് നെറ്റ് ഓൺ ആക്കിയിട്ട് ആപ്പിലേക്ക് വരുന്നു, ഡയറക്റ്റ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു. അതുകൊണ്ടിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഇവിടുന്ന് പോകുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. നമ്മൾ ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് ക്ലാസ്സുകൾ അയച്ചിടാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്റ്റോറേജ് പ്രശ്നം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ വാട്സപ്പിൽ നിന്ന് ക്ലിയർ ചാറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ അയച്ചിട്ടുള്ള മെസ്സേജുകൾ മൊത്തം പോകുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ സുഖമാണ്. നിങ്ങളെ ഒഴിവിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലാസ്സുകൾ കേട്ട് ആസ്വദിച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ആ നമ്പറിൽ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ജസ്റ്റ് OTP വരുന്നു, വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, താങ്ക്